ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അസംബന്ധവാദവുമായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ജാമ്യാപേക്ഷ നൽകിയതിൽ തെറ്റുണ്ടെന്നാണ് ജോർജ് കുര്യന്റെ വാദം. നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യാപേക്ഷ കൊടുത്താൽ തള്ളിക്കളയുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയവരായോ കുറ്റക്കാരെന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ ജോർജ് കുര്യൻ ക്ഷുഭിതനാവുകയും ചെയ്തു. ഇതര വാദങ്ങൾ പറഞ്ഞ് കേരളത്തിലെ ക്രൈസ്തവരെ വഞ്ചിക്കുകയല്ലേ ബി.ജെ.പി. ചെയ്തതെന്ന ചോദ്യത്തെയും അടിച്ചമർത്തുകയാണ് ജോർജ് കുര്യൻ ചെയ്തത്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എംപിമാർക്ക് ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ അറിയാമെന്നും അതിനാലാണ് രാജ്യസഭയിൽ അവർ ഈ വിഷയം ഉന്നയിക്കാതിരുന്നതെന്നും പ്രതിഷേധിക്കാത്തതെന്നും ജോർജ് കുര്യൻ പറയുന്നു. ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്നായിരുന്നു ബി.ജെ.പി. നേതാവ് അനിൽ ആന്റണിയുടെ വാദം. എന്നാൽ പ്രോസിക്യൂഷന് വേണ്ടി 5 അഭിഭാഷകരാണ് ജാമ്യം നൽകരുതെന്ന് വാദിക്കാനായി എത്തിയത്. കേരളത്തിൽ ക്രൈസ്തവരുടെ ഒപ്പം നിൽക്കുകയും എന്നാൽ ഛത്തീസ്ഗഡിൽ പോയി ക്രൈസ്തവർക്കെതിരായി നിലകൊള്ളുകയും ചെയ്യുന്ന ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് പുറത്തുവരുന്ന രീതിയിലാണ് നേതാക്കളുടെ പ്രതികരണം. മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് 2 ദിവസം മുൻപ് രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്നും അധികം വൈകാതെ അവർക്ക് നീതി ലഭ്യമാക്കുമെന്നുമാണ് ഷോൺ ജോർജ് അന്ന് പറഞ്ഞത്. നിരപരാധികളാണെങ്കിൽ നീതി ലഭിക്കാനുള്ള കാര്യങ്ങൾക്ക് ബി.ജെ.പി. സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഇടപെടുമെന്ന ഷോൺ ജോർജിന്റെ പ്രതികരണം പ്രതീക്ഷയോടെയാണ് അന്ന് എല്ലാവരും കണ്ടത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയാൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം സംവിധാനമുണ്ടാക്കിയെന്നും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും അന്ന് ഷോൺ പറഞ്ഞിരുന്നു. ഇതേ ഷോൺ ജോർജ് ഇറങ്ങുന്ന ബി.ജെ.പിയാണ് ഇപ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിലുൾപ്പെടുന്നു. കന്യാസ്ത്രീ വിഷയത്തിൽ സംഘപരിവാർ ശ്രമിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. നിരന്തരം വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുകയാണ്. ഇതിനു മുൻപും ബി.ജെ.പി. ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. RSS നിയന്ത്രിക്കുന്ന ബി.ജെ.പി. വാഴ്ചയുടെ കീഴിൽ ക്രിസ്തീയ സമൂഹമടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളാണ് ഛത്തീസ്ഗഡിൽ മറനീക്കി പുറത്തു വന്നത് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രസ്താവിച്ചു. കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ബജ്രംഗ് ദൾ RSS കുടുംബാംഗവും ബി.ജെ.പിയുടെ ആശയം അച്ഛനെന്നുമാണ്. രാജ്യത്ത് ആകെ ഒളിഞ്ഞും തെളിഞ്ഞും RSS നടത്തുന്ന ക്രിസ്തീയ വിരുദ്ധ ആക്രമണ പരമ്പരയിൽ ചിലതു മാത്രമാണ് പുറം ലോകം അറിഞ്ഞത്.